മുൻ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ തീരുമാനം റദ്ദാക്കി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. പ്രതിപക്ഷം അഴിമതി ആരോപിച്ച തുടർന്നാണ് സംസ്ഥാന സർക്കാരിന് 2000 കോടിയോളം രൂപ നഷ്ടമുണ്ടാക്കുന്ന കരാർ റദ്ദാക്കാനുള്ള പുതിയ തീരുമാനം. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനു വേണ്ടി 1310 ബസ്സുകൾ വാടകയ്ക്കെടുക്കാനുള്ള മുൻ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ തീരുമാനം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന് ഈ കരാറിലൂടെ 2000 കോടിയോളം രൂപ നഷ്ടമുണ്ടാകുമെന്ന് കണ്ടാണ് പുതിയ തീരുമാനം. മുൻ സർക്കാരിൽ ഗതാഗത വകുപ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലായിരുന്നു. 2024 സെപ്റ്റംബറിൽ ശിവസേന MLA ഭരത് ഗോഗവാലയെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തലവനായി നിയമിക്കുകയും ഡിസംബറിൽ ബസ് ഓൺ റൺ സ്കീമിന് കീഴിലായി 3 സ്വകാര്യ കമ്പനികൾക്ക് താൽപര്യപത്രം നൽകുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷം അഴിമതി ആരോപിച്ചതിനെ തുടർന്നാണ് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മുൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് റദ്ദാക്കിയത്. ബസ് നൽകുന്ന കമ്പനികൾക്ക് അമിത ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ കാലത്ത് കരാറുണ്ടാക്കിയതെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷമാണ് ഫട്നാവിസ് പുതിയ തീരുമാനമെടുത്തത്. ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇപ്പോഴത്തെ മന്ത്രി ഭരത് ഗോഗവാലയായിരുന്നു MSRTC ചെയർമാൻ. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.